ശ്രീരാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം രാമജയം ശ്രീരാമജയം. നമുക്ക് 11ാം ദിവസത്തെ ലക്ഷ്മണ ഉപദേശം. പഞ്ചവടിയിൽ ഭഗവാൻ ശാന്തനായി സ്വസ്ഥനായിരിക്കുമ്പോൾ ലക്ഷ്മണ കുമാരൻ ജീവൻ മുക്തരാകാനുള്ള, അതായത് മുക്തി ലഭിക്കുവാനുള്ള ഉപദേശം ചോദിക്കുകയാണ്. അങ്ങല്ലാതെ എനിക്കിത് പറഞ്ഞു തരുവാൻ മറ്റാരുമില്ല, അങ്ങ് എനിക്കത് ഉപദേശിച്ച് തരണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായും കേട്ടിട്ട് മാത്രം ഇത് കേൾക്കുക. അപ്പോൾ ആ ലക്ഷ്മണ ഉപദേശം 11ാം ഭാഗമാണ്. അതിൻ്റെ ബാക്കി ഭാഗം ഭഗവാൻ 3 ഭാഗങ്ങളായിട്ടാണ് ഈ ഉപദേശം കൊടുക്കുന്നത്. ഒന്ന്, മായ എന്താണ് എന്ന് പറയുകയാണ്. വിക്ഷേപം, ആവരണം എന്നീ 2 ഭാഗങ്ങൾ മായയ്ക്കുണ്ടെന്നും അത് ഓരോന്നും എന്താണെന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. രണ്ടാമത് ജ്ഞാനസാധനം, ജ്ഞാനത്തിനുള്ള കാര്യം, എങ്ങനെയാണ് ഈ മായയെ മറികടക്കുവാനുള്ള ജ്ഞാനത്തെ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ. അതിനുശേഷം വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെയും ചൊല്ലിത്തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ആ മായയെക്കുറിച്ച്, ലോകം എന്ന് പറയുന്നത് വിഭ്രമിപ്പിക്കുന്ന സ്വപ്നസന്നിഭമായ ഈ അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു, അതിൽ നിന്നെങ്ങനെ മറികടക്കണം എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. കഴിഞ്ഞ ഭാഗം നിർബന്ധമായും കേൾക്കുക, അതിനുശേഷം ഇത് കേൾക്കൂ. അപ്പോൾ ഇനി 2ാമത്തെ ഭാഗമാണ് ഭഗവാൻ പറയുന്നത്, ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുക. ഇനിയും എന്താണ് ജീവാത്മസ്വരൂപത്തെ അറിയുവാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് കേൾക്കുക സൗമിത്രി നീ എന്ന് പറയുകയാണ്. ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഓർക്കുന്നതിൽ കേവലം അതൊരു പര്യായ ശബ്ദം മാത്രമാണ്. അത് രണ്ടും രണ്ടല്ല. പലർക്കും സംശയമുണ്ട്, ജീവാത്മാവും പരമാത്മാവും രണ്ടാണല്ലോ, അല്ലെ രണ്ടല്ലേ എന്ന്. ശരീരത്തിലിരിക്കുന്ന ഈ ആത്മാവ് പരമ്പൊരുളായ ആ ഭഗവാന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള സംശയം ധാരാളം പേർക്കുണ്ട്. എന്നാൽ ഇവിടെ ശ്രീരാമചന്ദ്രൻ വ്യക്തമായി പറഞ്ഞു തരുന്നു, ജീവാത്മാവും പരമാത്മാവും ഒരു ശബ്ദത്തിന്റെ പര്യായ ശബ്ദം മാത്രമാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. മാനവും ഡംഭും ഹിംസയും വക്രത്വവും കാമവും ക്രോധവും എല്ലാം മനസ്സിൽ നിന്ന് വെടിഞ്ഞതിന് ശേഷം സന്തുഷ്ടനായി സദാസമയവും നമ്മളെ ആക്ഷേപിക്കുകയും നമ്മളെ നിന്ദിക്കുകയും ഒക്കെ ആര് ചെയ്യുന്നു, അതിനെയെല്ലാം സമബുദ്ധിയ, വന്ദിക്കുന്നതും നിന്ദിക്കുന്നതിനെയെല്ലാം സമബുദ്ധിയ കാണുകയും മറ്റുള്ളവർ അന്യരാണെന്നുള്ള ആ ഭാവം അകലെ കളഞ്ഞ് അനുദിനം എല്ലാ ദിവസവും ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദസ്വരൂപനായി മാനസ വചന ദേഹങ്ങൾ ഒക്കെ അടക്കി തൻ മാനസെ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ, മനസ്സിൽ വിഷയസുഖങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ജനന മരണങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എല്ലാം കളഞ്ഞ് സമഭാവനയോടെ നമ്മൾ ആര് ജീവിക്കുന്നുവോ അവരുടെ മനസ്സിലാണ് എപ്പോഴും രാമരാമേതി ജപത്തോടെ, അതായത് ഭഗവാന്റെ നാമം ജപത്തോടു കൂടി നമ്മൾ എപ്പോൾ ഒരാൾക്ക് ജീവിക്കുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ശക്തി അകലുകയാണ്. ആ ഇഷ്ടാനിഷ്ട പ്രാപ്തിക്ക് തുല്യഭാവത്തോടെ സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം, പ്രാകൃത ജനങ്ങളുമായി വസിക്കുവാൻ പാടില്ല. ഇങ്ങനെ കുറേ നിർദ്ദേശങ്ങളാണ് ഭഗവാൻ വയ്ക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ? മായയെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ മാറ്റി നമ്മുടെ ബുദ്ധി നേരെ വരണം, നമ്മൾ ആത്മബോധത്തിൽ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. ജീവാത്മസ്വരൂപത്തെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപമാണ് പരമാത്മ ചൈതന്യമെന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട, സ്മരിക്കേണ്ട, ആത്മചൈതന്യം നിലനിർത്തേണ്ട കാര്യം.
എന്തിന് നമ്മൾ ഈ കർക്കിടക മാസം കഴിഞ്ഞ ദിവസം കർക്കിടക വാവ് കഴിഞ്ഞതേ ഉള്ളൂ. കർക്കിടക വാവിൽ നമ്മൾ പരേതാത്മാക്കൾക്കാണ്, നമ്മൾ പിതൃക്കൾക്കാണ് തർപ്പണം ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ എളുമ്പവും എല്ലാം എടുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ പിതൃക്കളെ നമ്മൾ ആവഹിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ പിതൃക്കളല്ലേ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയ കമലത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെയല്ലേ പിതൃക്കൾ? നമുക്ക് തന്നെയല്ലേ, നമ്മുടെ ആത്മാവിന് വേണ്ടിയല്ലേ നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായ സത്യം. കാരണം അനേകം പിതൃക്കളിൽ നിന്ന് ലഭിച്ചതാണ് നമ്മളിലിരിക്കുന്ന ഈ ശരീരവും ഇതിലിരിക്കുന്ന ജീവൻ പ്രാണനെല്ലാം. അതിനെ നിരന്തരം ശക്തിമത്താക്കുന്ന ആ ബ്രഹ്മചൈതന്യമാണ് പരമാത്മ ചൈതന്യം. ആ പരമാത്മ ചൈതന്യത്തിനെ കൂടുതൽ ശക്തമാക്കാനാണ് നമ്മൾ ഈ ബലി പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അല്ലാതെ മരിച്ചവർ, എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്താൽ മതി ബലി, മരിക്കാത്ത വീടുകളിൽ ബലി ചെയ്യേണ്ട എന്ന് പറയുന്നത് വളരെ ശുദ്ധ അബദ്ധമാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മളിരിക്കുന്ന ആത്മചൈതന്യത്തെയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ബലികർമ്മത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് പറഞ്ഞ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ ഓർത്തപ്പോൾ. അപ്പോൾ മനസ്സ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ആ ഭേദചിന്ത മാറി ജീവാത്മ സ്വരൂപത്തെ അറിയുവാനുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ സാധനങ്ങളെ പറഞ്ഞു തരാം. ആ സാധനങ്ങൾ നീ കേട്ടുകൊള്ളൂ. അതായത് ജീവാത്മാവെന്നും പരമാത്മാവെന്നും രണ്ടൊരു വ്യത്യസ്തമല്ല, ഒരു ശബ്ദത്തിന്റെ പര്യായങ്ങൾ മാത്രമാണ്. അത് രണ്ടെന്ന ഭേദം നമുക്ക് ശരീരബോധത്തിൽ തോന്നുന്നതാണ്. നമ്മൾ ഈ ജീവാത്മാവിനെ, നമ്മളിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ അറിയുവാൻ ഞാൻ അഭിമാനിയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ആഢ്യനാണ്, അല്ലെ ഞാൻ ഇന്ന സ്ഥാനത്തിന് ഉടമയാണ് എന്നൊക്കെയുള്ള ആ അഭിമാനങ്ങൾ കളയണം. ആ ഡംഭ്, അഹംബോധം കളയണം. ഹിംസാബോധം, മറ്റുള്ളവരെയൊക്കെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ഹിംസിക്കുന്ന ആ തത്വം എടുത്ത് കളയണം. പിന്നെ നമ്മുടെ ഉള്ളിൽ കുറെ വക്രത്വമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ വളഞ്ഞ വഴി കുറെ കാര്യം സാധിക്കുക, മറ്റുള്ളവരെ കുതന്ത്രത്തിലൂടെ അവരുടേതൊക്കെ തട്ടിയെടുക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക എന്നുള്ള വക്രത്വം കളയണം. കാമം, ആഗ്രഹങ്ങൾ, പലതിലുമുള്ള ആഗ്രഹങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങളിലും ഭൗതികത്തിലുമുള്ള ആഗ്രഹത്തെ കളയണം. പിന്നെയോ അത് കിട്ടാതെ വരുമ്പോൾ, ഈ ആഗ്രഹിച്ചത് കാമിച്ചത് കിട്ടാതെ വരുമ്പോൾ പിന്നെ വരുന്ന ഒരു മഹാസംഭവമാണ് ക്രോധം. ആ ക്രോധം കളയുക. അതെല്ലാം മനസ്സിൽ നിന്ന് വെടിഞ്ഞ് സന്തുഷ്ടനായി സന്തോഷത്തോടുകൂടി സദാകാലം എല്ലാ കാലവും അന്യ ആക്ഷേപാദികളും സഹിച്ച്, അന്യന്മാരെ ആക്ഷേപിച്ചാലും സഹിച്ച്, നിന്ദിച്ചാലും സഹിച്ച്, അതിനെയൊക്കെ സമബുദ്ധിയാ കാണണം. അത് ആ സ്ഥിതപ്രജ്ഞൻ ഭഗവത്ഗീതയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സമബുദ്ധിയ അതിനെയൊക്കെ സമമായിട്ട് കാണണം. ഇത് നമുക്ക് നിത്യജീവിതത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത് ഞാൻ എന്നുള്ള ബോധം ഇരിക്കുമ്പോൾ ഇതൊന്നും കേൾക്കുമ്പോൾ അയ്യോ, എന്നെ വഴക്ക് പറഞ്ഞാലും ചീത്ത വിളിച്ചാലും അല്ലെ എന്നെ ഉപദ്രവിച്ചാലും ഞാൻ മിണ്ടാതിരിക്കണോ? അപ്പം ഞാനൊന്നും അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അപ്പോൾ ആ ഞാനൊന്നും അല്ല എന്ന തോന്നൽ ഏത് വ്യക്തിക്കുണ്ടാകുന്നോ അവർക്കാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നത്. നമ്മളൊന്നും അല്ല സത്യത്തിൽ. അത് തിരിച്ചറിയൂ. നമ്മൾ ഇങ്ങനെ ഈ സംസാരിക്കുന്നതും കേൾക്കുന്നതും ജോലി ചെയ്യുന്നതുമൊക്കെ എന്നിലിരിക്കുന്ന ആത്മചൈതന്യം ഇരിക്കുന്നത് കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കൂ. ആ ചൈതന്യം എപ്പോഴാണോ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? പ്രവർത്തിക്കാൻ പറ്റുമോ? ചിരിക്കാൻ പറ്റുമോ? കരയാൻ പറ്റുമോ? പാട്ട് കേൾക്കാൻ പറ്റുമോ? നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ വല്ലതും ചെയ്യാൻ പറ്റുമോ? ആഹാരം കഴിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കണ്ണിന് കാഴ്ച കിട്ടില്ല, ചെവിക്ക് കേൾവിയില്ല, സ്പർശിച്ചാൽ അറിയില്ല. ആരൊക്കെയോ നമ്മുടെ മുമ്പിൽ നിന്ന് കിടന്ന് കരഞ്ഞാലും നമ്മൾ ഒന്നും അറിയാതെ ഒരു വെട്ടിയിട്ട തടി മാതിരി അവിടെ കിടക്കും. വെട്ടിയിട്ട തടിക്ക് വല്ല ചലനവും ഉണ്ടോ? ഒരു മരത്തിൽ നിന്നാൽ അത് കാറ്റിൻ്റെയെങ്കിലും ശക്തിയിൽ ചലിക്കും. പക്ഷേ വെട്ടിയിട്ടേക്കുന്ന തടിക്ക് വല്ലതും അറിയാനുണ്ടോ? ഇല്ല. അതിനെ പൊക്കിയെടുത്തുകൊണ്ട് പോയാൽ മാത്രം എവിടെയെങ്കിലും നീങ്ങിപ്പോകും. അല്ലെങ്കിൽ അത് അതേപടി അവിടെ കിടന്ന് ദ്രവിച്ച് നശിച്ച് ഭൂമിക്ക് വളമാകും. അതുതന്നെയാണ് മനുഷ്യൻ, ഈ നശ്വര ശരീരം. അതാണ് കഴിഞ്ഞ ഭാഗത്ത് ഭഗവാൻ ശരീരത്തിന് നശ്വരതയെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഇന്ദ്രിയ സുഖ ദുഃഖാദികൾക്ക് കാരണമാകുന്ന ഈ ശരീരം വെറും നശിക്കുന്നതാണ്. ഇതിനെ ചൊല്ലി വിഷമിക്കരുത്. ഇതൊന്നും അല്ല, ഇതിന് വേണ്ടുന്ന സുഖസൗകര്യങ്ങൾ കൊടുക്കലല്ല.
ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വളരെ വിശദമായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഭഗവാൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടും നാം അത് ഉൾക്കൊള്ളാതെ പോകുമ്പോൾ നമുക്കതൊന്നും നമ്മുടെ ഉള്ളിലൊന്നും ഇതൊന്നും രാമായണത്തിന്റെ ശീലുകൾ ഏൽക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിത്യവും ദേഹശുദ്ധി ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള മനസ്സിന് മാനസാന്തരം വരണം. ഈ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം എന്നും ഭക്തിയോടെ ഗുരുസേവ ചെയ്യണം. ഗുരുവിനെ സേവിക്കണം. ഗുരു ആരാണ്? സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാനെ സേവിക്കണം. അതുപോലെ മനഃശുദ്ധി വന്ന് ദേഹശുദ്ധി ചെയ്ത് വേണം നിത്യവും സൽക്കർമ്മങ്ങളിൽ ഇളക്കം വരുത്താതെ, സത്ചിന്തകൾ സൽക്കർമ്മങ്ങളിൽ ഇളക്കം വരുത്താതെ സത്യത്തെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദേഹം കൊണ്ടും നമ്മളത് ആ സച്ചിദാനന്ദ സ്വരൂപന്റെ അടുത്തിരിക്കണം എല്ലായ്പ്പോഴും. മനസ്സ വചന ദേഹങ്ങൾ അടക്കി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെയുള്ള നമുക്ക് അടക്കം വന്നതിന് ശേഷം നമ്മൾ മാനസേ നമ്മുടെ മനസ്സിലുള്ള വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കത്തില്ല. അപ്പോൾ നമുക്ക് വിഷയസുഖങ്ങൾ ഉണ്ടാകുന്ന നമ്മളപ്പോൾ ഈ ജീവിതത്തിൽ നിന്നൊക്കെ ഒത്തിരി വേറിട്ട് പോകും. നല്ല വസ്ത്രം ധരിക്കണം, നല്ല ആഭരണം ധരിക്കണം, നല്ല ആഹാരം കഴിക്കണം, ബന്ധുക്കളൊക്കെ ആയിട്ട് സംഘം വേണം, നമുക്ക് ആഗ്രഹമുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഏർപ്പെടണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ അങ്ങ് പോകും ക്രമേണ. ആ പോകുന്ന ഘട്ടമൊക്കെ വരുമ്പോഴേ ഭഗവാനെ കിട്ടൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഭഗവാനെ കിട്ടാൻ വല്ല അടുത്തെങ്ങാനുള്ള യോഗ്യത നമുക്കുണ്ടോ? നമ്മൾ ഈ പറയുന്ന ജീവിതം വല്ലതും ആണോ നാം നയിക്കുന്നത്? ഇനി എത്ര ജന്മം നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഈ പറയുന്ന ആ ഏകാന്തത്തിൽ ഉള്ള ജീവിതത്തിലേക്ക് വരും? ആലോചിച്ച് നോക്കൂ. അത് ഭക്തിയുടെ ഒരു പരമമായ ഒരു അവസ്ഥയാണ്. അതും കടന്നൊക്കെ വേണം. പടി 6 കടക്കണ്ടേ? നമ്മൾ 1ാമത്തെ പടിയിലെങ്ങാണോ എത്തി നിൽക്കുന്നതേ ഉണ്ടാവൂ, അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങളെല്ലാം വിട്ടതിന് ശേഷം ജനന മരണങ്ങളെ ചിന്തിച്ചുള്ള ആ ഒരു ദുഃഖവും, ഞാൻ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ ജനനത്തിലൊരു സന്തോഷം, മരണത്തിലൊരു ദുഃഖം, ഇതൊന്നും നമുക്ക് സംഭവിക്കുകയില്ല. എന്താണ് ഇതൊക്കെ എന്നുള്ള തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഹങ്കാരമായിട്ടുള്ള അതെല്ലാം കളഞ്ഞ് സമഭാവനയോടെ സർവാത്മാവാകും എങ്കിലുറച്ച്, ആരിലെ? രാമനിലുറച്ച്, സർവാത്മാവായ സർവജഗത്തിലും പ്രവർത്തിക്കുന്ന സർവജീവികളിലും പ്രവർത്തിക്കുന്ന ആ മൂലാധാരമായ എന്നിൽ നിന്റെ മനസ്സ് പൂർണ്ണമായി ഉറച്ച് സർവദാ രാമത്തെ ജപിച്ച് സർവസമയവും രാമേതി ജപിച്ച്. അങ്ങനെയാണല്ലോ രത്നാകരൻ എന്ന കാട്ടാളൻ ആരായി മാറിയത്? ഒരു ബ്രഹ്മർഷിയായി മാറി, ബ്രഹ്മമുനിയായി മാറിയത്. അപ്പോൾ അത്രയ്ക്കും ശക്തമല്ലേ രാമനാമം? നമ്മൾ കാട്ടാളനൊന്നും അല്ല സത്യത്തിൽ, അല്ലേ? ആ രത്നാകരൻ എന്ന കാട്ടാളൻ ചെയ്യുന്നത് പോലെ പിടിച്ചു പറിച്ചും കളവും വഞ്ചനയും ചെയ്തും തരത്തിലുള്ള ക്രിയകൾ, താണതരം കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മൾ ശൂദ്രരായി പോകുന്നത്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളായിരുന്നു വാൽമീകി മഹർഷി. പക്ഷേ ജനിച്ചത് ബ്രാഹ്മണ കുലമെന്ന് പറഞ്ഞിട്ടോ കർമ്മം ശൂദ്രൻ്റേതായിരുന്നു. അതുകൊണ്ടാണ് കാട്ടാളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാടത്തം നിറഞ്ഞ മനസ്സ്. ഇപ്പോഴും നമ്മുടെ ഉന്നതങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും, സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ച്. പക്ഷെ അവരുടെ മനസ്സിൽ കാടത്തത്തിന്റെ നീതിയും ബോധവും അധർമ്മവുമാണെങ്കിൽ അവരും കാട്ടാളന്മാരാണ്, മനുഷ്യരാണെന്നുള്ള രൂപമുണ്ടെങ്കിലും. അപ്പോൾ ജനനം കൊണ്ടല്ല ഒരാളുടെ വർണ്ണം നിശ്ചയിക്കുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണയം മയാ സൃഷ്ട്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ് ചാതുർവർണ്ണയം. ചാതുർവർണ്ണയം എന്താണ്? കർമ്മങ്ങൾ കൊണ്ട് ഓരോന്ന് ജോലി ചെയ്യുന്നു. നമ്മുടെ കർമ്മം അനുസരിച്ചാണ് നമ്മൾ ആരാണ്. ഭൂണിലിട്ടവൻ ബ്രാഹ്മണനാകണമെന്നില്ല. ബ്രഹ്മത്തെ എറിഞ്ഞ് സത്കർമ്മിയായിട്ടിരിക്കുന്നവനാണ് ബ്രാഹ്മണൻ. അവൻ ഏത് കുലത്തിൽ ജനിച്ചോട്ടെ, ബ്രാഹ്മണ്യം അവന്റെ ബ്രഹ്മത്തിനൊപ്പം സഞ്ചരിക്കുന്നവൻ അവനാണ് ബ്രാഹ്മണൻ. അത് ഏത് ജാതിയോ ഏത് മതമോ എന്നൊന്നുമില്ല. കർമ്മമാണ് ഒരുത്തനെ ശ്രേഷ്ഠനാക്കുന്നതും അധമയോനികളിൽ കൊണ്ട് ജനിപ്പിക്കുന്നതും. അപ്പോൾ അങ്ങനെ സർവദാ രാമേതി ജപിച്ചുകൊണ്ട് പുത്രധാരാർത്ഥാദിഷു
നിസ്നേഹത്വവും ചെയ്ത് പുത്രന്മാരോടും പുത്രികളോടും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ നമ്മൾ ആ ഒട്ടിയുള്ള ആ പശയുള്ള ഒരു ബന്ധമുണ്ടല്ലോ, പശയില്ലാത്ത ബന്ധമാക്കുക. അതായത് ഒട്ടിപ്പിടിക്കത്തില്ല. ഒരു പേപ്പറെ പശ വെച്ചാൽ മാത്രമേ അതെവിടെയെങ്കിലും ഒട്ടൂ. ഒരു പിക്ചറിൻ്റെ പുറകിലൊക്കെ പശ തൂത്താലേ ഒട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അതെവിടെ കൊണ്ടുവച്ചാലും അല്പം നിമിഷം അവിടെ ഇരിക്കുക, അത് കഴിഞ്ഞ് ഇളകി താഴെ വീഴും. അതുപോലെ ആയിരിക്കണം ഈ പുത്രധാരാർത്ഥങ്ങളും ഒക്കെ ആയിട്ടുള്ള ബന്ധമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഒട്ടലില്ലാത്ത കർമ്മം, ഒട്ടരുത് എവിടെയും. ഒട്ടിപ്പിടിച്ചാൽ പിന്നെ ഇളക്കിയെടുക്കാൻ വലിയ പാടാണ്. ഇളകിപ്പോയി അത് തന്നെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്തെ മുറിവ് ഉണക്കുവാൻ അതിലും വലിയ പാടാണ്. ഒരുപാട് വിഷമിക്കുകയും കണ്ണീർ വാർക്കുകയും ഹൃദയഭേദകമായി നിലവിളിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും ആ മുറിവ് ഒന്ന് കരിച്ചെടുക്കുവാൻ. അപ്പോൾ ആ ഒട്ടലില്ലാത്ത ബന്ധത്തോടുകൂടി ഒന്നിലും ശക്തിയില്ലാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോടെ ഇഷ്ടവും അനിഷ്ടവും ഒരുപോലെ തുല്യമായിട്ട് എന്ത് ഇഷ്ടമുള്ളത് സംഭവിച്ചോട്ടെ, അതിൽ വലിയ ആഹ്ലാദം തോന്നില്ല. അനിഷ്ടമായിട്ടുള്ളത് വന്നോട്ടെ, ദുഃഖമുള്ളത് വന്നോട്ടെ, അതിലും വലിയ കരച്ചിലും വിഷമവും തോന്നത്തില്ല. കാരണം ഇതെല്ലാം ഭഗവാന്റെ കൃതം തന്നെ എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അതെല്ലാം വേറെ ആൾ ചെയ്യുന്നു, ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, അത്ര തന്നെ. അതിൽ എനിക്കെന്ത് സന്തോഷിക്കാൻ, എനിക്കെന്ത് ദുഃഖിക്കാൻ എന്ന് വളരെ ലളിതമായി ലോജിക്കോടുകൂടി ചിന്തിക്കുമ്പോൾ സന്തുഷ്ടനായി വിവിക്തി ശുദ്ധസ്ഥലേ, പിന്നെയോ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ശുദ്ധമായ സ്ഥലത്ത് സന്തുഷ്ടനായി നമ്മൾ വസിക്കും. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും. ഏകാന്തേ പരമാത്മജ്ഞാനതൽപരനായി ഏകാന്തങ്ങളിൽ പരമാത്മാവിനെ വസിക്കണം. അല്ലാതെ പ്രാകൃത ജനങ്ങളുമായി വസിച്ച് സമയം കളയരുത്. അതാണ് ഇവിടെ പ്രധാനമായും പറഞ്ഞേക്കുന്നത്. എന്തുവാ പ്രാകൃത ജനമെന്ന് വെച്ചാല് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ എന്നാണോ? അല്ല. പ്രാകൃതന്മാരെന്ന് വെച്ചാൽ പുരാതന കാലങ്ങളിലുള്ള ബാർബേറിയന്മാരുമായിട്ടാണോ? അല്ല. പക്ഷെ ഇപ്പോഴും ഈ പ്രാകൃതന്മാർ, അന്നത്തെ ബാർബേറിയൻ മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. ആരാണ്? നമ്മുടെ പരിസരത്തേക്കൊക്കെ, നമ്മുടെ സൗഹൃദത്തിലേക്കും ബന്ധങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു നോക്കിയാൽ മതി. ഈശ്വരന്റെ കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാത്ത, യാതൊരു ഈശ്വര ചിന്തയും ഇല്ലാതെ ഭക്തി ഉണ്ടാകാം, ക്ഷേത്രങ്ങളിൽ പോകാം, കുറി തൊടും, അങ്ങനെ ഭഗവാന് പൂജയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ മനസ്സ് വളരെ പ്രാകൃതമായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യരുമായി സജ്ജനങ്ങൾ പങ്കുവയ്ക്കരുത് അവരുടെ സമയം. ആ ഏകാന്തത്തിൽ കിട്ടുന്ന സമയമൊക്കെ എന്തിന് ചെലവഴിക്കണം? ഞാൻ ഒറ്റയായി പോയല്ലോ, ഏകാന്തത്തിലിരിക്കുകയാണല്ലോ, എൻ്റെ ബോറടി മാറ്റാൻ രണ്ടുപേരും ഒന്ന് വിളിച്ചേക്കാം, അല്ല അവരോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന സംസാരം എന്തൊക്കെ അനർത്ഥങ്ങളിലേക്കും ആവശ്യമില്ലാത്ത വാക്കുകളിലേക്കൊക്കെ പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രാകൃതന്മാരുമായി ചേർന്ന് വസിക്കരുത്. ഏകാന്തത്തിൽ ഭഗവാനുമായി താല്പര്യത്തോടുകൂടി ഇരിക്കുക. വേദാന്ത വാക്യാർത്ഥങ്ങളെ അവലോകനം ചെയ്യണം. വേദാന്ത വാക്യാർത്ഥങ്ങൾ ഉപനിഷത് വാക്യങ്ങൾ, അതിലാണ് ഭഗവാന്റെ സാരാംശം കുടികൊള്ളുന്നത്. അതാണ് നമ്മുടെ പൂർണ്ണമായ ആ മായയെ കളഞ്ഞിട്ട് തത്വത്തെ നമുക്ക് വെളിവാക്കി തരുന്നതാണ് ആ വേദാന്ത വാക്യാർത്ഥങ്ങൾ. അതിൽ നമ്മൾ മനസ്സ് ശരീരവും ഉറപ്പിക്കണം. അത് നമ്മുടെ മനസ്സിൽ നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ വൈദിക കർമ്മങ്ങളും ഈ വേദപരമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ ആത്മാവിൽ സമർപ്പിച്ച് ഞാന് മുക്തം അകതാരിൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. ജ്ഞാനം നമ്മുടെ അകതാരിൽ ഉറയ്ക്കും. ആ ജ്ഞാനമാണ് ഭക്തിയിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാനത്തിലേക്കുള്ള ആ ഒരു ഇടുങ്ങിയ വഴി. ആദ്യം മായയിൽ നിന്ന് മോചനം കിട്ടാവുന്ന കാര്യങ്ങളാണ്. മായ എന്താണെന്നാണ് പറഞ്ഞത്. ഇനി ആത്മാവിനെ അറിഞ്ഞാലേ മായയിൽ നിന്ന് പൂർണ്ണ മോചനം കിട്ടും. ആത്മാവിനെ അറിയാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല. അങ്ങനെ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മനസ്സ് വികല്പങ്ങൾ ഏതും ഉണ്ടാകുകയില്ല. അപ്പോൾ മനസ്സിൽ വികല്പം എന്ന് വെച്ചാൽ ഈ ഭ്രമങ്ങൾ, ഒന്നിനോടുമുള്ള ഭ്രമങ്ങളും ഞാൻ ഈ ശരീരമാണെന്നും പറഞ്ഞ് ശരീരത്തിന്റെ പിന്നാലെ അതിനെ സന്തോഷിപ്പിക്കാൻ നടക്കുന്ന കാര്യങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല. ഇനിയും ആത്മാവാകുന്നതെന്തൊന്നുണ്ടോ കേൾക്കുക. അതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധ്യ അഹങ്കാരം. ഈ ആത്മാവിനെ കുറിച്ചാണ് ഭഗവാൻ ഇനി കൂടുതൽ പറയുന്നത്. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേൾക്കുക. അതിങ്കൽ ആത്മാവല്ലല്ലോ.
ആത്മാവല്ലല്ലോ ദേഹ പ്രാണ ബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാതെ പരമാത്മാവോ താനേ വേറെ. അപ്പോൾ ഇനി ആത്മാവെന്ന് പറയുന്നത് മനസ്സോ ബുദ്ധിയോ പ്രാണനോ അഹങ്കാരമോ ഒന്നുമല്ല. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള സംഭവങ്ങളാണ്. മനസ്സും ബുദ്ധിയും ചിത്തവും മൂലപ്രകൃതിയായ അഹംബോധവും എല്ലാം നമ്മുടെ മനസ്സിലുള്ള ഇതൊന്നുമല്ല ആത്മാവ് എന്ന് ഭഗവാൻ പറയുകയാണ്. ഇതിനൊക്കെ മേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ. ഇതിനൊക്കെ മേലെയാണ്, ഇതിനൊക്കെ ഉപരിയാണ് പരമാത്മാവ് വേറെ നിൽപ്പത്. ചിത്രം ആത്മാവ് ശുദ്ധം അവ്യക്തം. ആത്മാവ് വളരെ ശുദ്ധമാണ്, അവ്യക്തമാണ്. ബുദ്ധം നമ്മുടെ ബുദ്ധിക്കൊക്കെ അപ്പുറമാണ്. അതാണ് നമ്മുടെ ഭാഗവതം എടുത്ത് ആദ്യം വായിക്കുമ്പം ആദ്യത്തെ വരി എന്താ? സത്യം പരം ധീമഹി എന്നല്ലേ. എന്താണ് ഈ സത്യമായിട്ടുള്ള കാര്യം? നമ്മുടെ ബുദ്ധിക്കൊക്കെ ബുദ്ധി, ആ ബുദ്ധിക്കൊക്കെ അപ്പുറമാണ്, പരമാണ്. അപ്പോൾ ആ ബുദ്ധിക്കപ്പുറം ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സും ബുദ്ധിയും കൂടെ പ്രവർത്തിച്ചിട്ട് ഇത് സത്യമാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെ ഒരാളുണ്ടോ, ഇതൊക്കെയാണോ ദൈവം എന്നൊക്കെ ചോദിക്കുന്ന മണ്ടൻ ചോദ്യങ്ങളാണ് ബുദ്ധിയും മനസ്സും കൂടി ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്നത്. അതിനൊക്കെ ഉപരിയാണ് സത്യം. സത്യം എന്താണ്? സ്ഥായിയായുള്ളത്, സ്ഥിരമായിട്ടുള്ളത്, എല്ലാ കാലത്തും മാറ്റമില്ലാത്തത്, ത്രികാലങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നത്. അതാണ് സത്യം, അതാണ് ഈശ്വരൻ. ആ സത്യമല്ലേ ഈശ്വരൻ. അപ്പോൾ അതിനെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ കിട്ടുമോ? ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുമോ? ഇല്ല, അതിനുപരിയാണ്. ഈ ബുദ്ധിയും ഇന്ദ്രിയ വിഷയങ്ങളുമൊക്കെ ശാസ്ത്രങ്ങളെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ശാസ്ത്ര വിഷയങ്ങളെ, അതായത് ഇവിടെ ജീവിക്കാൻ വേണ്ടുന്ന സംഭവങ്ങളും സംഭാരങ്ങളും ഒക്കെ നേടാൻ വേണ്ടുന്ന കാര്യങ്ങളെ കിട്ടും ബുദ്ധിയും ചിത്തവും ഒക്കെ ഉപയോഗിച്ചാൽ. ഭഗവാനെ കിട്ടണമെങ്കിൽ ആ ബുദ്ധിക്കും അതീതമായി ചിന്തിക്കണം. അപ്പോൾ ലക്ഷ്മണ ഉപദേശത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. മായാവികൽഭമാണ് ആദ്യം പറഞ്ഞത്. ആ വിഭ്രമത്തിൽ നിന്ന് മാറി എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആത്മാവിനെ, ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. അതിൽ ആത്മാവ് ഈ പറഞ്ഞ ദേഹവും പ്രാണനും ബുദ്ധിയും അഹങ്കാരവും ഒന്നുമല്ല, മനസ്സും ഒന്നുമല്ല, അതിൽ നിന്നൊക്കെ മേലെയാണ് പരമാത്മാവ് എന്ന് പറഞ്ഞ് നിർത്തുന്നതാണ്. എന്നാൽ ഇത് ലക്ഷ്മണോപദേശം തീർന്നിട്ടില്ല. ഇത് അടുത്ത ഭാഗത്ത് വീണ്ടും ഈ 11ാം ഭാഗം വീണ്ടും ലക്ഷ്മണോപദേശം വീണ്ടും തുടരുകയാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യാം. എല്ലാവർക്കും ഭഗവാന്റെയും സീതാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. രാമസീതാ തത്വം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മാറ്റൊലിക്കൊള്ളട്ടെ. എല്ലാവർക്കും ഈ ലക്ഷ്മണോപദേശത്തിന്റെ പൂർണ്ണമായ ആ ജ്ഞാനം, ആ വിജ്ഞാനം ഓരോരുത്തരുടെയും ഹൃദയത്തെ തരളിതമാക്കട്ടെ. എല്ലാവരുടെയും ഹൃദയത്തിലുള്ള അന്ധകാരം മാറി ശുദ്ധ വിജ്ഞാനം സ്ഫടികമായി കാണാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും സീതാദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.